തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട് ദൂർത്തടിച്ച് പോണ ഒരു പോക്ക് നോക്കണേ. കേരള എക്സ്പ്രസിൽ ഇവിടെ നിന്നൊരു സംഘം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ആ സംഘത്തോടൊപ്പം തന്നെ ഒരു വലിയ ആൾക്കൂട്ടം ഒപ്പം പോയിരിക്കുകയാണ്. സകലതും കോർപ്പറേഷൻ ഫണ്ട് കയ്യിൽ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വിശ്വഗുരു നാട് നീളെ എങ്ങനെയാണോ ട്രിപ്പ് അടിക്കുന്നത് അതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ട്രിപ്പടി നടത്താം. സാധാരണഗതിയിൽ ഒരു കോർപ്പറേഷൻ ജയിച്ചു എന്ന് കരുതിക്കൊണ്ട് രാജ്യത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള കലാപരിപാടി കണ്ടിട്ടുണ്ടോ? വിശ്വഗുരുജി വിളിച്ചു ഡൽഹിയിലേക്ക് ഒരു അത്താഴത്തിനെന്നാണ് പറയുന്നത്. അതിന് കേരളത്തിൽ നിന്ന് കൗൺസിലർമാരുടെ പോക്കാണ്. കൗൺസിലർ, കുടുംബാംഗങ്ങൾ, കുട്ടികൾ തുടങ്ങി സകല പേരെയും മിഥുന സിനിമയിൽ ഒരു യാത്ര പോയതുപോലെ കൊട്ടും കുരവയായിട്ട് ഇവിടെ നിന്ന് കയറ്റിയങ്ങ് വിട്ടിരിക്കുകയാണ്. വഴിനീളെ ഇവർക്ക് നഗരസഭയുടെ തന്നെ പൈസയ്ക്ക് സ്പോൺസേർഡ് ആയിട്ടുള്ള സ്വീകരണ യോഗങ്ങളും വച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പണം ജനത്തിൻ്റെ അല്ലേ, ദൂർത്തടിക്കാൻ വയ്യാത്തതെന്താ? കാട്ടിലെ തടി തേവരുടെ ആന, ഇതാണ് പറയുന്നത്. അർഹതയില്ലാത്തത് കയ്യിൽ കിട്ടിയ എന്താണ്? ഈ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ്. നഗരസഭ ഭരണം കിട്ടിയതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ടൂർ അങ്ങ് പോയിരിക്കുകയാണ്. ഇനി 5-6 ദിവസത്തേക്ക് ഇല്ല അത്രേ. എന്തെങ്കിലും കാര്യം ചെയ്തിട്ടാണെങ്കിൽ വേണ്ടില്ല, തലസ്ഥാന നഗരിയിൽ മാലിന്യ ഓടകൾ വരെ പൊട്ടി ഒഴുകുകയാണ്. പോരാത്തതിന് തെരുവ് നായ്ക്കളുടെ പ്രശ്നം 1 മാസത്തിനകം തീർക്കുമെന്നാണ് പറഞ്ഞത്. ആകെ 50 നായയെ പിടിച്ച് നേരെ പാറശാലയ്ക്കടുത്തുള്ള ഷെൽട്ടറിൽ കൊണ്ടുവന്ന് തള്ളി. ചെയ്ത പ്രവർത്തനം ഇത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഡേ ബൈ ഡേ രാജേഷ് സ്പായിലൊക്കെ കയറി ഇറങ്ങുകയാണ്. സ്പായിലൊക്കെ ക്രോസ് മസാജ് പാടില്ല. നഗരസഭ ഏറ്റവും അടിയന്തരമായി നടപ്പാക്കേണ്ട പദ്ധതിയാണ്. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഒരു സ്പാ ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ രാജേഷ് അവിടെ പോയ സമയത്ത് വേണ്ടത്ര മസാജ് കിട്ടാത്തതിൻ്റെ പരിഭവം അദ്ദേഹം ആ സ്പായ്ക്കകത്ത് റെയ്ഡ് നടത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള താക്കീത്, ക്രോസ് മസാജ് ഇവിടെ നടക്കില്ലത്രേ. മുമ്പങ്ങാണ്ട് എന്തോ ആവശ്യം ഉന്നയിച്ച് നടക്കാത്തതിൻ്റെ വൈരാഗ്യം തീർത്തതാണെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഒരു കൂട്ടരെ കയറ്റിയതിന് ശേഷം എന്താണ് നഗരസഭയിൽ സംഭവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്തോ ചെയ്യാത്തവൻ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ആറാട്ടാണെന്ന് പറയുന്നത് പോലെ ഒരു വിജയം കിട്ടി എന്നതിൻ്റെ പേരിൽ നാട് നീളെ കാഴ്ച വസ്തുക്കളായിട്ട് അവതരിപ്പിച്ച് ഡൽഹിയിലെത്തിയതിന് ശേഷം അവിടെ പ്രത്യേക ചായ സൽക്കാരമുണ്ടത്രേ. ഒരു ചായ സൽക്കാരത്തിന് പോകാൻ നഗരസഭയുടെ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിച്ചുള്ള യാത്ര. നാട് ഇത് കാണണം. ഈ പൈസ എടുത്ത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടേനെ. ആയിരക്കണക്കിന് മനുഷ്യർക്ക് വീടില്ലാത്ത അവസ്ഥയുണ്ടെന്ന് പറയുന്നു, കുടിവെള്ളമില്ലാത്ത പ്രശ്നമുണ്ടെന്ന് പറയുന്നു, മാലിന്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ഇതിനൊന്നിനും പരിഹാരമില്ലെങ്കിൽ എന്ത്? ഞങ്ങളുടെ ഒരു ടൂർ, ജയിച്ചതിൻ്റെ ഒരു ആഘോഷം, അത് ട്രെയിനിൽ നാട് നീളെ സ്വീകരണ യോഗം വാങ്ങി ഡൽഹിക്ക് പോകുന്ന പരിപാടി, അത് പോക്കറ്റിൽ നിന്ന് പൈസ ചെലവാക്കിയല്ല, അതും കോർപ്പറേഷന് വലിയ ബാധ്യത വരുത്തുന്ന രീതിയിലുള്ള ചെലവ് നടത്തിയാണ് ഈ യാത്ര വച്ചിരിക്കുന്നു എന്നാണ് BJP-ക്കാർ തന്നെ പറയുന്നത്.